അന്തിച്ചോപ്പു പരക്കണവരെ ഈ കാതിൽ തുടി കൊട്ടണതെന്താണ്? എറണാകുളത്ത് ഇന്ന് വിവിധ മതനേതാക്കളും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും ജനപ്രതിനിധികളും മറ്റ് സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകളെല്ലാം ചേർന്നുകൊണ്ടാണ് ഇതിനെ സ്വീകരിച്ചിട്ടുള്ളത്. കൊച്ചി നഗരത്തിൻ്റെ അല്ലെങ്കിൽ എറണാകുളത്തിൻ്റെ പ്രശ്നങ്ങൾ അത് മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കോണിൽ നിന്ന് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് വിവിധ യുവ സംഘടനാ പ്രതിനിധികൾ ഇന്ന് രാവിലെ ക്യാബിൽ ടോക്കിൽ സംസാരിച്ചപ്പോഴും അതുപോലെ പത്രപ്രതിനിധികളുമായി മാധ്യമ പ്രതിനിധികളുമായി നടന്ന വിരുന്നും എല്ലാം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഇന്ന് എറണാകുളത്ത് ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്നൊരു ചർച്ച മുനമ്പം ആണ്. മുനമ്പത്തെ പാവപ്പെട്ട ജനങ്ങൾ യാതൊരു കാരണവശാലും ക്രൂശിക്കപ്പെടരുത്, അവിടുത്തെ ഭൂമിയുടെ അവകാശത്തിൻ്റെ വിഷയത്തിൽ യഥാർത്ഥ അവകാശികൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവും അനുഭവപ്പെടരുത് എന്നുള്ള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നിലപാട്. അതാണ് ഇവിടുത്തെ ഈ പ്രസ്ഥാനം ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. ജനങ്ങളിലേക്ക് എത്താൻ കഴിയാവുന്ന, ജനങ്ങളുടെ വിഷയങ്ങൾ കൂടി ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയാവുന്ന രീതിയിൽ കൂടി ഈ ജാഥ മാറുമ്പോൾ പരിപൂർണമായും ഈ ജാഥ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ സമൂഹത്തിൽ യഥാർത്ഥമായ ദിശാബോധം നൽകാൻ, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ, പോരായ്മകളെ കണ്ടെത്തി പരിഹരിക്കാൻ കഴിയാവുന്ന അധികാരികളിലേക്ക് അതിന്റെ ശ്രദ്ധ എത്തിക്കാൻ കഴിയാവുന്ന രീതിയിൽ പാലിക്കാനും ജയിക്കാനോ അല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന നിർദ്ദേശത്തോടു കൂടി ഒടുവിൽ ഗുരു എല്ലാ മതങ്ങളുടെയും മൗലികതത്വങ്ങൾ ഒന്ന് തന്നെയാണെന്ന് അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അന്നും അതിന് വലിയ സ്വീകാര്യതയായിരുന്നു. ഒരു മത നേതൃത്വം നൽകുന്ന മതപണ്ഡിതർ, അവരെ പോലെ ആളുകൾ സമൂഹത്തിൻ്റെ പല വിഷയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ സമൂഹത്തിലെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതുമൂടി അവരുടെ സഞ്ചാരത്തിൽ ചർച്ചയാക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ പല വിഷയങ്ങളിൽ ഇടപെടാൻ ഇങ്ങനെയുള്ള ജാഥകൾക്ക് സാധിക്കുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇന്ന് ജാതിയുടെ മതത്തിൻ്റെ അങ്ങനെയൊക്കെ പലതിൻ്റെ പേരിൽ